രാമചരിതത്തിലെ 8ാമത്തെ പാട്ടാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. തുണ എനിക്കിതിനു മിക്കവരും ഉൾക്കനമറച്ചുരുങ്ങിനോരഗതിയെൻ്ററിഞ്ഞു നല്ലവരെല്ലാം പണി ഇതിർക്കിവൻ എന്ന് കരുതിനൊയ് അവർകളും പകയരാവതിനറപ്പരെന്നോടൊപ്പമുടയോർ പിണങ്ങുവോരില്ല എന്നും പൊഴുതുപോയിടയിടപ്പിഴ മുഴുക്കിലും മെനത്തെളിഞ്ഞരക്കനെ മുന്നം മണിവർണ്ണൻ മനിതനായി പൊരുത പോർക്കൊടുമതൻ വഴിയുരപ്പതിനു കോലിനതെൻ മേധ കൊടുഞാൻ. ഇവിടെ കവിയുടെ ആത്മവിശ്വാസമാണ് പ്രകടമാക്കുന്നത്. ഇതുവരെയും ദേവതകളെ സ്തുതിക്കുന്നു. എല്ലാ ദേവതമാരും എനിക്ക് അനുഗ്രഹമായി എന്നോടൊപ്പം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇവിടെ കവി വിനയത്തിൽ അഗ്രേസരനാണല്ലോ അല്ലേ. വിനയമാണ് കവിയുടെ ഒരു മുഖ്യഭാവമായിട്ട് നമ്മൾ കാണുന്നത്. ഇവിടെയും അദ്ദേഹം പറയുന്നത്, ഞാൻ വലിയ പണ്ഡിതനൊന്നുമില്ല, എനിക്കൊന്നുമല്ല, എനിക്കൊരുപാട് കഴിവില്ല, അതുകൊണ്ട് മറ്റുള്ള ശത്രുക്കളൊന്നും എനിക്കുണ്ടാവില്ല, എല്ലാവരും എനിക്ക് സഹായകമാകും എന്നൊക്കെയുള്ള ഒരു വിശ്വാസമാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. നോക്കാം. തുണ എനിക്കിതിന്. ഏതിന് തുണ? തുണ എനിക്കിതിന്, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന ജോലിക്ക്. അതായത് മനുവീരചരിതം വർണ്ണിക്കാൻ പോവുകയാണ്. ആ കർത്തവ്യം നിർവഹിക്കുവാൻ എനിക്കിതിന് മിക്കവരും എനിക്ക് തുണയായിരിക്കും. മിക്കവർ എന്ന് പറഞ്ഞാൽ മികച്ചവർ, പണ്ഡിതന്മാരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിക്കവരും എനിക്ക് തുണയാകും, സഹായകമാകും. ഉൾക്കനം എന്ന് പറഞ്ഞാൽ അറിവ്. ഉൾക്കനമറ വന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഉൾക്കനമറ അതായത് അറിവ്. അതായത് എനിക്ക് വലിയ അറിവ് ഇല്ല, തീരെ ഇല്ല. ചുരുങ്ങിന് എന്ന് പറഞ്ഞാൽ തീരെ അറിവ് കുറവാണ്, എനിക്ക് വലിയ അറിവൊന്നും ഇല്ല എന്ന കാരണത്താൽ തന്നെ ഉൾക്കനമറ ചുരുങ്ങിനോരഗതി എന്നറിഞ്ഞ് നല്ലവരും മിക്കവരും, അതായത് മികച്ചവരും നല്ലവരും എല്ലാം എനിക്ക് സഹായമായിരിക്കും. കാരണം എന്താ? ഇവൻ വലിയ അറിവൊന്നുമുള്ളവനല്ലല്ലോ, പണ്ഡിതനൊന്നും അല്ലാത്ത ഒരഗതിയായ ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു കുറ്റവും പറയണ്ട എന്ന് കരുതി നല്ലവരായ ആളുകളും പണ്ഡിതരായ ആളുകളും എനിക്ക് പൂർണ്ണമായും സഹകരണം ചെയ്യുകയേ ഉള്ളൂ, ആരും എന്നെ എതിർക്കുകയില്ല എന്ന് കവി തൻ്റെ വിശ്വാസം പറയുന്നു. അതുപോലെ പണി ഇതിർക്കിവനെന്ന് കരുതി നൊയ്യവർകളും, നൊയ്യവർ എന്ന് പറഞ്ഞാൽ നിസ്സാരന്മാരും. എന്താ? പകയരാവതിനറപ്പരെ, പണി ഇതിർക്കിവനെന്ന്, ഇവനിത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു പണിയാണ്, ഇവനാൽ ഇതൊന്നും സാധിക്കത്തില്ല. കവിയെക്കുറിച്ചാണ് പറയുന്നത്. കവിക്ക് വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലല്ലോ. ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇവനെ വിഷമിപ്പിക്കുക, ഇവനോട് പകയുണ്ടാവാതിരിക്കാൻ ആരുപോലും, നിസ്സാരന്മാർ പോലും എന്നോട് പക വെച്ച് പുലർത്തുകയില്ല. കാരണം എനിക്കിതൊരു വലിയ ബുദ്ധിമുട്ടാണല്ലോ, വലിയ കഴിവും അറിവൊന്നും എനിക്കില്ലല്ലോ. അങ്ങനെയുള്ള എന്നോട് നിസ്സാരന്മാർ പോലും പക വെച്ച് പുലർത്തുകയില്ല. എന്നോടൊപ്പം ഉടയോർ പിണങ്ങുപോരില്ലയെന്നും. അതുപോലെ എന്നോടൊപ്പം ഉടയോർ, എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവർ പോലും എന്നോട് പിണങ്ങുപോരില്ല, എന്നോട് പിണങ്ങുകയില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് സന്തോഷമായിരിക്കും. പൊഴുതുപോയി ഇടയിടപ്പിഴ മുഴുക്കിലും, കുറച്ചൊക്കെ തെറ്റുകൾ ഞാൻ പറഞ്ഞു വരുമ്പോഴേക്ക് ചിലപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടാവാം. അങ്ങനെ വന്നിട്ടുണ്ട് എങ്കിലും അവർ എന്നോട് ക്ഷമിക്കും. കാരണം എന്നോടുള്ള സൗഹൃദം കൊണ്ട്, എന്നോടുള്ള സ്നേഹം കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ പണ്ഡിതന്മാരെതിർക്കില്ല, നല്ലവരായ ആളുകൾ എതിർക്കില്ല, നിസ്സാരന്മാരെതിർക്കില്ല, കൂട്ടുകാരെതിർക്കില്ല. അപ്പോൾ ധൈര്യമായി ഞാൻ ഈ കഥ ചൊല്ലാൻ പോവുകയാണെന്നല്ലേ അതിൻ്റെ സാരം. പൊഴുതുപോയി ഇടയിടപ്പിഴ മുഴുക്കിലും മെനത്തെളിഞ്ഞരക്കനെ അരക്കൻ എന്ന് പറഞ്ഞാൽ അരക്കൻ രാക്ഷസൻ, ഇവിടെ രാവണനെയാണ്. അരക്കനെ മുന്നം, പണ്ട് രാക്ഷസ രാജാവായ രാവണനെ മണിവർണ്ണനാരാ? ശ്രീകൃഷ്ണൻ. ഇവിടെ മണിവർണ്ണൻ മനിതനായി പൊരുത,
ഭഗവാൻ മനുഷ്യനായി ജന്മമെടുത്ത, അതായത് ശ്രീരാമൻ്റെ അവതാരമാണ് ഉദ്ദേശിക്കുന്നത്. മണിവർണ്ണൻ മനിതനായി പൊരുത, അതായത് ഭഗവാൻ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിച്ച്, പറഞ്ഞല്ലോ മഹാവിഷ്ണുവിന് അവതാരങ്ങൾ 10 അല്ലേ? മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹോദ വാമന രാമോ രാമശ്ച കൃഷ്ണ കൽക്കി ദി തേദശ എന്നാണ് പറയുന്നത്. അതിൽ ശ്രീരാമനായാലും ശ്രീകൃഷ്ണനായാലും പിന്നെ ബലരാമനായാലും ഒക്കെ ഈ ഭഗവാൻ വിഷ്ണു തന്നെയാണ്. ഇവിടെ മണിവർണ്ണൻ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ശ്രീകൃഷ്ണൻ എന്നാണ് പറയുന്നത് അല്ലേ? മനിതനായി പൊരുത, മനുഷ്യനായി ജന്മമെടുത്ത, ഇവിടെ മഹാവിഷ്ണു മനുഷ്യനായി ജന്മമെടുത്ത, അത് ശ്രീരാമചരിതമാണ്. പോർക്കൊടുമ, ആ യുദ്ധത്തിൻ്റെ ഭീകരത, വഴിയുരപ്പതിന് കോലിനതൻ, ശ്രീരാമൻ മനുഷ്യനായി ജന്മമെടുത്ത് രാവണനെ കൊന്നൊടുക്കിയ കഥ ഞാൻ കോമിനതൻ ആയിരിക്കില്ല, കോലിനതൻ എഴുതാൻ തുടങ്ങുന്നു. മേധ കൊടു ഞാൻ, എൻ്റെ ബുദ്ധിക്കായ വിധം, മേധ ബുദ്ധി, എൻ്റെ ബുദ്ധിക്കായതുപോലെ ഞാൻ ഈ കഥ ചൊല്ലാൻ പോകുന്നു. കവിക്ക് ആത്മവിശ്വാസമുണ്ട്. എന്താ ആത്മവിശ്വാസം? ആരും എന്നെ ഒന്നും പറയില്ല. എന്നോട് നോക്കൂ. തുണ എനിക്കിതിനു മിക്കവരും ഉൾക്കന മറച്ചുരുങ്ങിനോരഗതിയെണ്ടറിഞ്ഞു നല്ലവരെല്ലാം പണി എതിർക്കിവനെന്നു കരുതിനൊയ്യവർകളും പകയരാവതിനറപ്പരനോടൊപ്പമുടയോർ പിണങ്ങുപോരില്ല എന്നും പൊഴുതുപോയി ഇടയിടപ്പിഴ മുഴുക്കിലും മെനത്തെളിഞ്ഞരക്കനെ മുന്നം മണിവർണ്ണൻ മനിതനായി പൊരുത പോർക്കൊടുമതൻ വഴിയുരപ്പതിനു കോലിനതൻ മേധ കൊടു ഞാൻ. അപ്പോൾ ഇതിൻ്റെ ആശയം ഇതാണ്. അറിവില്ലാത്തവനാണ് ഞാൻ എന്ന ബോധമുള്ള പണ്ഡിതനും നല്ല ജനങ്ങളും ഈ സംരംഭത്തിന് എന്നെ തുണയ്ക്കും. പണ്ഡിതർ എന്നുള്ളതിന് വാക്കിവിടെ മികച്ചവർ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. പിന്നെയോ, എനിക്കിതിൽ അസാധ്യമെന്ന് കരുതുന്ന ദുർബലർ എൻ്റെ ശത്രുക്കളാവാൻ മടിക്കുന്നു. ഈ അവർകൾ നിസാരന്മാർ പോലും എൻ്റെ ശത്രുക്കളാവുകയില്ല. കാരണം എനിക്കിത് പറ്റില്ലല്ലോ, ബുദ്ധിമുട്ടല്ലേ, കഷ്ടപ്പെട്ട് ചെയ്യുന്നല്ലേ, ചെയ്തോട്ടെ എന്നൊക്കെ അങ്ങ് വിചാരിക്കും. പിന്നെയോ, എനിക്ക് സമാനർ എന്നോടൊപ്പം, അത് ഉടയോർ, അതാണ് എനിക്ക് സമാനർ എനിക്കുണ്ടാകുന്ന തെറ്റുകളിൽ ഇടയ്ക്കിടപ്പിഴ മുഴുക്കിലും എന്ന് പറയുന്നില്ലേ, ഇടയ്ക്കിടെ എനിക്ക് തെറ്റുകൾ സംഭവിച്ചാലും എന്നോട് പിണങ്ങുകയില്ല. മെനത്തെളിഞ്ഞരക്കനെ മുന്നം, ഈ സന്തോഷം കൊണ്ട് മഹാവിഷ്ണു മനുഷ്യജന്മം എടുത്ത് ചെയ്തുപോയ യുദ്ധത്തിൻ്റെ ഭീകരത, മണിവർണ്ണൻ മനിതനായി പൊരുത പോർക്കൊടുമ, ആ യുദ്ധത്തിൻ്റെ ഭീകരത വഴിയുരപ്പതിന് എൻ്റെ ബുദ്ധിക്കനുസരിച്ച് എൻ മേധ കൊടു ഞാൻ, എൻ്റെ മേധയ്ക്കനുസരിച്ച് ബുദ്ധിക്കനുസരിച്ച് ഞാൻ ഉരപ്പതിന് കോലിനെ ഉരയ്ക്കുക, പറയുന്നതിന് തുടങ്ങുന്നു, എഴുതാൻ തുടങ്ങുന്നു, കോലുക, എഴുതുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ എൻ്റെ ബുദ്ധിക്കായ വിധം ഞാൻ ഈ കഥ പറയുവാൻ തുനിയുന്നു. ഇതാണ് ആ പാട്ടിൻ്റെ അർത്ഥം. ഇപ്പോൾ 8 പാട്ട് വരെ ആയിട്ടുണ്ട്. 8ഉം കൂടി ഒന്നിച്ച് വെച്ച് എല്ലാവരും വായിച്ചു നോക്കുക. അടുത്ത പാട്ട് ഉടൻ തന്നെ ഇതിനോടൊപ്പം ഉണ്ടാവും.